ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ.കെ. നമ്മളിത് കുറേ ദിവസം കൂടിയിട്ടൊരു ഓഫ് റോഡ് വന്നേക്കോട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഒക്കെ വൻ ദുരന്തങ്ങളായിരുന്നു. കാരണം നമ്മൾ തായ്ലാൻഡ് പോയതും ഉള്ള വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടത്. പക്ഷേ നമ്മൾ പോയപ്പം ആ ഒരു ക്യൂരിയോസിറ്റിയിൽ വീഡിയോ ഇട്ടത്, പക്ഷേ ആർക്കും ദഹിച്ചില്ല അത്രയ്ക്ക് അങ്ങോട്ട് എന്നുള്ള കാര്യം എനിക്കും മനസ്സിലായിട്ടോ. കാരണം വളരെ ചീപ്പ് വ്യൂ, 1000 വ്യൂ പോലും ദഹിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നായാലും വേണ്ടില്ല, നമ്മുടെ മാർഗ്ഗം ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും എന്നല്ല, നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയത് കൊണ്ട് ആ വീഡിയോ ഇട്ടതാണ്. കാരണം എന്തെങ്കിലും നമ്മളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഓർമ്മകളൊക്കെ വേണ്ടെന്ന് ഓർത്തുകൊണ്ട് ആ വീഡിയോ ഇട്ടതാട്ടോ. എനിക്കറിയാം നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടൂല എന്നുള്ളത്. വണ്ടിയുമായി ബന്ധപ്പെട്ട് വണ്ടി പ്രാന്തന്മാരായ നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിയാസ്, നമ്മുടെ അനിയനാട്ടോ നിയാസ്, പിന്നെ ഷെഫിനിക്കായും, പിന്നെ നിച്ചു. ഞാൻ നിച്ചു, നീ താഴത്തേക്ക് നോക്കിക്കണേ ചേട്ടാ. ഭയങ്കര നാണോട്ടോ ഇപ്പം, അല്ലാത്തപ്പോൾ ഒരു നാണവന്മാനും ഇല്ല കേട്ടോ. രണ്ടുപേർക്കും അതെ കേട്ടോ. ഞങ്ങളിത് ആനപ്പാറയുടെ ടോപ്പിലെത്തി നിൽക്കുന്ന സീനായി കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്നായാലും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നായാലും ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവാം. നമ്മളിത് ഏഴല്ലൂർ സൈഡിലൊരു ആനപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. അതിൻ്റെ മേളിൽ കയറാൻ വേണ്ടി പോകണമല്ലോ. ഒരു തവണ പോയപ്പോഴേക്കും കയറ്റി വിട്ടില്ല, അവിടെ തീപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഇപ്പം എല്ലാം മഴ പെയ്ത് കിടക്കണോണ്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ തൊടുപുഴ കുന്നം അവിടെ നിന്ന് പിന്നെ അടുത്ത സ്ഥലമാണ്, തൊട്ടടുത്ത സ്ഥലം. എന്നാൽ നമ്മൾ ഈയിടെ ഇട്ട വീഡിയോസൊക്കെ വൻ ദുരന്തങ്ങളായിരുന്നു എന്ന് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. കാരണം അവിടെ തായ്ലാൻഡിൽ പോയപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അത് വെച്ചുകൊണ്ട് നോക്കി രണ്ടിക്കാനും നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡിങ് ഒരു തുടക്കം കുറിച്ചു എന്നുള്ള നിലയിൽ പോണതാണ്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അമലും ടീമൊക്കെ ആയിട്ട് പോകണം. ഇതിപ്പോൾ നമ്മുടെ ടീമുകൾ തന്നെയാണ്, അമലൊന്നും ഇല്ല കേട്ടോ. അമലൊന്നും യാസീന്, ഷാക്കൂട്ടിന്, ജിൻഷായൊന്നും ആരുമില്ല. ഒരു പുതിയ ക്യാങ്ങാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. വലിയ കുത്തു കയറ്റോട്ടോ, കോൺക്രീറ്റ് വഴിയാണ് ഫസ്റ്റ്. അല്ലേ മൊത്തം തോട്ടങ്ങളും മഞ്ഞുണ്ട് കേട്ടോ. നേരെ ചിലവ് മഞ്ഞുണ്ടെങ്കിലാണ് അടിപൊളി. അപ്പോൾ അതും മഞ്ഞുണ്ടെന്നും പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ അതിനെ പോയി നോക്കാം. എന്തായാലും ഇവിടെ മഞ്ഞുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് അറിയുമ്പോൾ മഞ്ഞില്ല അങ്ങോട്ട്. പക്ഷെ നമ്മുടെ അങ്ങോട്ടേക്ക് മഞ്ഞുണ്ടെങ്കിൽ അതിങ്ങനെ കട്ടലിൽ പോലെ മഞ്ഞ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ മൊത്തം മഞ്ഞ് കയറി മൂടിയേക്കോ. നല്ല രസമുള്ള വഴിയാണ്, പക്ഷെ മൊത്തം കോൺക്രീറ്റിങ് കേട്ടോ. ആ പണ്ട് ഇവിടെ വന്നപ്പോഴും ഇവിടെ കോൺക്രീറ്റ് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ വന്നാൽ ഇവിടെ കയറാൻ, അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നടക്കുമായിരുന്നു. ആയിട്ട് തിരിച്ചുപോയി, വഴി ഇതല്ല എന്ന് ഓർത്തിട്ട്. ഇതിനോ ഇല്ല, ഇത് തന്നെയുള്ളൂ വഴി. പിന്നെ ഇതിനു മുമ്പ് വന്നപ്പോൾ നാട്ടുകാർ പിടിച്ച് വഴക്ക് കുറഞ്ഞു. ഓഫ് റോഡിങ് തുടങ്ങും കേട്ടോ. ആം ആം
ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ കാണാൻ ഭയങ്കര സെറ്റപ്പായി പോയിട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. അത് മഞ്ഞ് കയറി കിടക്കണത് ഉണ്ടോ. നമുക്ക് താഴെ മഞ്ഞ് നിൽക്കണു, നമ്മൾ മേളിൽ നിൽക്കണു. മേളിലേക്ക് പോകുന്തോറും അടിപൊളിയാട്ടോ. ഇതേ വ്യൂ തന്നെ കുറച്ചുകൂടി ടോപ്പിൽ നിന്നൊരു 360 കാണാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മളങ്ങനെ മേളിലേക്ക് പോവാണ്. നമ്മൾ ഈ മേളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ അമ്മലും ടീമൊക്കെ കൂടെ കൂടുന്നതിന് മുമ്പാണ് ഈ ആനപ്പാറയ്ക്ക് വന്നേക്കുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ നമ്മളൊരു പറമ്പിൻ്റെ ഇപ്പുറം വരെ വണ്ടി പോയിട്ടുണ്ടായിരുന്നുണ്ട്. അവിടെ ഇട്ടിട്ട് പിന്നെ നടന്ന് പോവുക ചെയ്തു. ഇത്തവണ കയറാൻ പറ്റിയാൽ കയറണം എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ടീമുകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നൈസായിട്ട് മേളിലേക്ക് ഇങ്ങനെ പതുക്കെ പോണതാട്ടോ. കാരണം ഈ മേളിലേക്ക് പോകുന്നതൊക്കെ 2-3 വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു പ്രത്യേക രസം. ഇവിടെ ചെന്ന് കയറുവാണെങ്കിൽ മാക്സിമം രാവിലെ തന്നെ പോകണം. രാവിലെ എന്ന് പറയുമ്പോഴത്തേനും ഒരു 6 മണി ടൈമിലൊക്കെ ഈ ഭാഗത്ത് എത്താൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഞങ്ങൾ പക്ഷേ ഇറങ്ങിയപ്പോൾ 6 മണി, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിലേ ആയിപ്പോയിട്ടും. അതല്ലായിരുന്നുവെങ്കിൽ ഒന്നും കൂടി നല്ല ക്ലൈമറ്റ് ആയാലും. പിന്നെ നല്ല മഞ്ഞുള്ള ദിവസങ്ങൾ, ഇപ്പോൾ ചില ദിവസങ്ങളൊരു വൈകുന്നേരമൊക്കെ മഴയൊക്കെ ചാരി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നല്ല കോട ഇറങ്ങും. അപ്പോൾ അങ്ങനെ കോട ഇറങ്ങുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല വ്യൂ ആണ് മഞ്ഞൊക്കെ നിൽക്കുന്നതിൻ്റെ. ഫുള്ള് പാറയുടെയൊക്കെ മേളിക്കൂടെയുള്ള വഴിയാട്ടോ. കാരണം പാറയ്ക്കിടയിൽ മണ്ണ് വെട്ടി മാറ്റി വഴിയൊക്കെ ആക്കി എടുത്തേക്കണതാണ്. അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ ഒരു ചേട്ടനും ഒരു കുടുംബവും താമസിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓലയൊക്കെ മേഞ്ഞ് ആ ഒരു പണ്ടത്തെ സെറ്റപ്പിൽ. അത് അധികം അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ മേളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പോകുമ്പോൾ നോക്കണം അങ്ങനെ ഉണ്ടോ എന്നുള്ള കേസ്. പക്ഷേ നല്ല അവർ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളുകൾ കേട്ടോ അവരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് അലമുണ്ടാക്കി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ അടച്ചു പൂട്ടി പോകും. അതായത് വണ്ടി കയറ്റൂല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആകും പല സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എവിടെ പോയാലും നമ്മൾ നമ്മുടേതായ മാന്യതയിൽ കീപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഫുള്ള് കാട് പിടിച്ചെടുക്കുന്ന വഴിയാട്ടോ. കാരണം ഒത്തിരി വണ്ടികളൊന്നും അങ്ങനെ കയറി പോകാത്തതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നുള്ള ചെടികളും മരങ്ങളൊക്കെ വളർന്നിങ്ങനെ നിൽക്കും കേട്ടോ. അത്യാവശ്യം നല്ല കാട് പിടിച്ച പോലത്തെ രസമാണ്. ഇച്ചിരി മഴയൊക്കെയുള്ള സമയത്ത് പോകുന്ന നല്ല ഹെവി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ അത്യാവശ്യം ആർക്കും കയറി പോകാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ് ഇതുവരെ ഉണ്ടായേക്കണത് കേട്ടോ. വലിയ കട്ട ഓഫ് റോഡൊന്നും പറയാനില്ല. പിന്നെ ആ കയറി വന്ന സമയത്ത് ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു ഒറ്റ സ്ഥലത്ത്, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മേലേക്ക് സിമ്പിളാണ്. കാരണം ഇതൊക്കെ ഈ പറമ്പുകളിലേക്കുള്ള പ്രൈവറ്റ് റോഡുകളാണ് ഇതൊക്കെ കേട്ടോ. കാരണം ഒരുപാട് വണ്ടികളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ വിഷയമാക്കാം, ചിലപ്പോൾ അടച്ചു വയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സിമ്പിളായിട്ട് വന്ന് കയറുന്നുണ്ട്. പിന്നെ ബൈക്കുകാരും അങ്ങനെയുള്ളവരൊക്കെ കയറാൻ അപ്പുറത്ത് വേറൊരു വഴി ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ എവിടെ നിന്നാണ് കയറി വരുന്നത്, ഇങ്ങോട്ട് ജോയിൻ ചെയ്യണത് എന്നൊന്നും അറിയത്തില്ല. ഇനി ആ വഴിക്ക് ജീപ്പ് ഇറങ്ങി പോകുമോ അതൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വഴി ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ നിന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ മേളിൽ കൂടെ ചെല്ലുമ്പോഴാണ് അത് കണ്ടേക്കണേ. പക്ഷേ മേളിൽ നിന്നുള്ള വ്യൂ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. അത് ഫുൾ കാട്ടിക്കിട്ടുള്ള വഴിയാട്ടോ.
ഇതും ഒരു പാറയുടെ മേൽവശമാണ്. ഇങ്ങനെ 1-2 സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പാറയുടെ മേളിൽ കൂടെ തന്നെ കയറി ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലങ്ങൾ. അത് ജസ്റ്റ് ഒന്ന് പോണേക്ക് നിർത്തിയതാട്ടോ. വഴിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കാണാനില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് ഒരു ഓണംപുര എന്ന് പറഞ്ഞാൽ എപ്പോഴോ പോയ പരിചയത്തിൽ ഒരു ചെറിയൊരു പാട് പോലെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പോണതാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. മഴ പെയ്തപ്പോൾ വല്ല പോയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് കയറി പോകണം. നമ്മൾ കാണുമ്പോൾ എവിടെ പോയാലും നമ്മൾ സേഫായിട്ട് തന്നെ വേണം കേട്ടോ പോകാൻ. അപ്പോൾ ഇതുപോലെ പുല്ലും കാടും പിടിച്ച് കിടക്കുന്നത് തുടച്ചുമ്പോൾ കയറി കഴിയുമ്പോൾ ചിലപ്പം മണ്ണിടിഞ്ഞ് പോയിട്ട് പുല്ല് വളർന്നിട്ടാണെങ്കിൽ വണ്ടി ചെരിയും മറിയും, അങ്ങനെയൊക്കെ സംഭവിക്കാം. മിക്ക സ്ഥലവും പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. നമ്മളൊരു ആവേശത്തിന് ഇറങ്ങി തിരിച്ച് പോയിട്ട് പെട്ടിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇതിലൂടെ ഇവിടെ അടുത്തൊന്നും ഈ വഴിക്ക് വണ്ടി പോയിട്ടില്ല. കാരണം ഒരു വീൽപ്പാട് പോലും കാണാനില്ല. അത് ഇത് കണ്ടോ ചെറിയൊരു പാട് പോലെ. ആ പാട് വീൽപ്പാടെന്നുള്ള ധാരണയിലാണ് വരുന്നത്. കാരണം അപ്പുറം മേളിലേക്ക് പോകുമ്പോൾ ഒരു ചേട്ടൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞില്ല. ആ ചേട്ടനൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല ബൈക്കുകാർ കയറി വരുന്ന ഒരു വഴി. അപ്പോൾ ആ റൂട്ടിലാണ് അവർ കയറി വരുന്നത്. ഇതിലൂടെ അല്ല അവർ വരുന്നത് കേട്ടോ. അവർ ഇതിലൂടെ നടക്കുമായിരുന്നെങ്കിൽ നടപ്പുവഴിയെങ്കിലും ഇവിടെ തെളിഞ്ഞു കിട്ടിയാണ്. ഇപ്പം നടന്നുള്ള വഴിയില്ല. ഇടയ്ക്കൊക്കെ തോട്ടത്തിലേക്ക് എല്ലാവരും വന്ന് പോയാൽ അത്രമാത്രം. ഇപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം തോട്ടം വെട്ടാറില്ലാത്തതുകൊണ്ടായിരിക്കാം അധികം വണ്ടിയുടെ പാടൊന്നും കാണാത്തത് കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു. നമുക്ക് മൊത്തം കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീലിൽ ഒരു നൈസ് വൈബായിരുന്നു കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസം ഞങ്ങൾ രാവിലെ ചുമ്മാ ഇറങ്ങിയതാണ്. നമ്മൾ ടീമായിട്ടുള്ള ട്രിപ്പുകൾ ഇനിയിപ്പോൾ അടുത്തൊന്നും കിട്ടാനില്ല. ഇച്ചിരി ലോങ് ഒക്കെ പിടിക്കേണ്ടതായിട്ട് പോയി. ഇവിടെ മേളിലൊരു കുടിലുണ്ട് കേട്ടോ. ഒരു ചേട്ടനും ഫാമിലിയാണെന്നും ഇവിടെ താമസിക്കുന്ന കേട്ടോ. അവരുടെ പട്ടിയാട്ടോ ഇത്. ചേച്ചിയെടുത്ത് ഓടിക്കോട്ടോ. അവരാക്രമിക്കാൻ വന്നവരാന്നോർത്ത് പേടിച്ചു പോയതാണ്. രണ്ടുപേര് ഇത് എടുത്തോണ്ട് പോകണൊക്കെ. ചേച്ചി പിള്ളേരെ എടുത്തോണ്ട് പോകണല്ലേ എടുത്തോണ്ട് പോട്ടോ. രണ്ടുപേര് അവനാ വീഗൻ ഒരാള്. ഇവിടെ ഒരു കുത്ത് കയറ്റോട്ടോ. ഉള്ളോന്നൊരു ഡൗട്ട്. ഇവിടം വരെ വണ്ടി വരുള്ളൂ. ഇവിടെ നിങ്ങളോട് ഇറക്കിക്കൊണ്ട് പോകാം. നമ്മുടെ വണ്ടി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തോടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വേര് മുറിഞ്ഞു പോകാനും, വേര് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാല് കുറയും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചുമ്മാ നാട്ടുകാരെയും കൊണ്ട് എന്തിനാ വെറുതെ വഴക്ക് കേൾപ്പിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങി നടക്കുക. ബൈക്കും കൊണ്ടൊക്കെ ഒരു വഴിക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇതിലൂടെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ ഇറങ്ങി വരാം. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നാലോ?
അപ്പോൾ ഇഷ്ടംപോലെ ബൈക്കുകാരൊക്കെ വന്ന് ഈ ആനപ്പാറയിൽ വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജീപ്പും കൊണ്ട് കയറിയത് കണ്ടില്ല. ഇനിയിപ്പം കയറിയിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ. അതിനായാലും നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് ഓർത്തോണ്ട് വന്നതാണ്. ഇവിടെ വഴിയുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും വണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വഴി വെട്ടി വിടുമല്ലോ. കേറൂലേ? വണ്ടി പോകുമെന്ന് ഡൗട്ട് തോന്നിയ സ്ഥലമായിട്ട് ഇത്. പക്ഷെ ഡൗട്ടല്ലായിരുന്നു, പോകും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അന്ന സത്യത്തെ. ഇത് നമ്മുടെ ചെറുക്കനോട് ഒടിച്ച് കിടപ്പുണ്ട് കാട്ടിൽ. ഞാൻ അവൻ്റെ എടുത്തുകൊണ്ട് പോകണം. അല്ലോ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കും ഭീകരൻ ആരാന്ന് ചോദിച്ച പോലെ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തേട്ടോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ബോലേറോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എവിടെയും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സ്വയം രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിച്ചെന്ന് നോക്കിയത് കേട്ടോ. പിന്നെ പുല്ല കിടക്കണേ. അപ്പോൾ പുല്ലിൽ കൂടെ വണ്ടി കയറിയാൽ കറങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. വണ്ടിയിൽ ടർബോ കയറ്റിയപ്പോഴേക്ക് RPM കിട്ടിയാലേ വണ്ടി കയറുള്ളൂ. ടർബോ കയറ്റിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വണ്ടി തന്നെ സെക്കൻഡിലൊക്കെ നടന്ന് കയറി പോവായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് 4 വീല് വിട്ടു ഫസ്റ്റിലേക്ക് ഇട്ടു. 4 വീല് ലോ ആയിട്ട് ഇട്ടേക്കണേ. ആ പാറയിൽ തട്ടിയതാട്ടോ. മാക്സിമം റൈറ്റ് സൈഡിലേക്ക് ചിരിച്ച് പിടിച്ചേക്കും കേട്ടോ. കാരണം ലെഫ്റ്റ് സൈഡിൽ താഴത്തേക്ക് കുഴപ്പമില്ല, ഇറങ്ങിപ്പോക്കോളും. ഓ എൻ്റെ മോനെ, നമ്മളിത് അങ്ങനെ നമ്മുടെ ആനപ്പാറ എന്ന അഥവാ ഒട്ടകപ്പാറ എന്നൊക്കെ പറയണ സ്ഥലം. ഒട്ടകപ്പാറ നമ്മുടെ ആരാ പ്രേംജിത്ത് പുള്ളിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, PMJ വ്ളോഗ്സിൽ. നമ്മളങ്ങനെ നമ്മുടെ ജീപ്പുമായിട്ട് നമ്മൾ ആനപ്പാറയുടെ ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. വളരെ ഹാപ്പി ആയിരുന്നു നിമിഷം. അടിപൊളി. അങ്ങോട്ടാണോ വഴി?
മുകളിലേക്ക് പോണു. അയ്യോ ആ പാറയുടെ മേലേക്ക് കൊയ്യോ മഞ്ഞാട്ടോ, ഒന്നും കാണാൻ പാടില്ല. മഴ ടോപ്പിലെത്തിട്ടോ. ഇത് ഫുള്ള് കോട കയറ്റി കിടക്കോട്ടോ, ഒന്നും കാണാൻ പാടില്ല. ഈ വഴി അല്ലെങ്കിൽ ഈ വഴി കയറാം. നമ്മളങ്ങനെ ടോപ്പിൽ വണ്ടി എത്തിയിട്ടോ, ആനപ്പാറ. യോ ഇങ്ങോട്ട് വണ്ടി കയറി പാടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് ആ മേളിൽ കയറിനടുത്ത് ചെറിയൊരു കട്ടിങ് ഉണ്ടേ. ഇതൊക്കെ പാറ കൂട്ടം എടുക്കണുണ്ടോ, ഇതുകൊണ്ടാണ് ആനപ്പാറ എന്ന് വിളിക്കണേ. മഞ്ഞുണ്ട്, പക്ഷെ അത് മേളിലേക്ക് വന്നില്ല. അവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് തള്ളിപ്പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് കയറി വരണ്ട കേട്ടോ. നീ അവിടെ ഇരുന്നോ, നീ ഇറങ്ങണ്ടല്ലോ. ആമാ കണ്ടു, ഇവിടെ വേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. പിള്ളേർ വൈകുന്നേരം വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹ് എന്നാ വ്യൂ അല്ലേ. ഇതേ കാണാം നമ്മുടെ അല്ലസർ മെഡിക്കൽ കോളേജ് ആട്ടോ കാണണേ. അതിൻ്റെ ബാക്കിലൊരു ബിൽഡിങ് കാണുന്നുണ്ട്, ഇതേ കാണും. അത് വെങ്ങല്ലൂർ സ്മിത മെമ്മോറിയലാണ്. പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് അല്ലസറിൻ്റെ കോളേജാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം മഞ്ഞ് കയറി മൂടി കേട്ടോ. നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അത് എവിടെയാണ് സ്ഥലം? ഇതേ കാണുന്ന കേട്ടോ, ഈ മുട്ടക്കുന്ന് പോലെ കാണുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന സ്ഥലം നമ്മുടെയാണ്. ഇവിടെ ആ അത് ഈ കാണുന്ന ആനപ്പാറ എന്ന ചരിത്രമുണ്ട്. ഇവിടുത്തെ ഒരു പാറേനെ ആനേനെ പാറയാക്കിയെന്നും പറഞ്ഞിട്ട്. അതിലിതേ കാണുകയാണോ എന്ന് ഡൗട്ടുണ്ട്. കണ്ടോ ആനയുടെ ചെവിയും തലയൊക്കെ പോലെ. ഇനി അങ്ങോട്ട് നടന്നു പോകണം കേട്ടോ. വണ്ടി വന്നവരെ ഞങ്ങൾ വീഴുള്ളൂ. ഇവിടം വരെ കഴിഞ്ഞാണോ വന്നില്ലായിരുന്നു. സ്ഥലങ്ങളല്ലേ കാണാൻ. ഇത് രസമാണ്. എനിക്ക് ചെറുക്കനോടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് കുറേ കല്ലും കൂട്ടം. അതിൻ്റെ മേളിൽ കയറിയെന്ന് ഫോട്ടോ എല്ലാവരും വന്നിട്ട് എടുക്കണ പരിപാടിയായിട്ട് അവിടെ. നമ്മളെടുത്തില്ല, എല്ലാവരും എടുക്കണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് ഓർത്തു കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആനപ്പാറയുടെ മേളിൽ വണ്ടി കയറി. ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോകട്ടോ. ഇനി തിരിച്ചിറങ്ങി പോകണം. എൻ്റെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്.
കാരണം തിരിച്ചിറങ്ങിപ്പോക്ക് അത്യാവശ്യം ടാസ്ക് ഉള്ള ഏരിയയാണ്. ഇപ്പോൾ കയറി വന്നതുപോലെ തന്നെ ഒരു ടാസ്ക് ഉള്ളതാണ് ഇറങ്ങിപ്പോക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. നമുക്ക് എന്തായാലും വണ്ടിയിലേക്ക് കയറാം. ഇപ്പോൾ നിലവിൽ വണ്ടി 4 വീല് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. 4 വീലിൽ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം നമ്മളിത് കൂട്ട് പാറയുടെ മേളിൽ കൂടെയൊക്കെ കളിക്കുമ്പോഴെല്ലാം എപ്പോഴും 4 വീലുള്ളത് നല്ലതാണ്. 4 വീല് ലോയിലുമാണ്. ഇപ്പോൾ റിവേഴ്സ് ഇട്ട് തിരിക്കാനായാലും കാരണം ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഏതാണ് ഗിയർ യൂസ് ചെയ്തതെന്നൊക്കെ. കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ച് സാധാ രീതിയിൽ ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടു കേട്ടോ. സെക്കൻഡിലിട്ടെന്ന് വെച്ചാൽ ഇച്ചിരി മൂവിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിലിട്ടാൽ ഭയങ്കര ട്രാക്ഷൻ ആയിരിക്കും, ഭയങ്കര പിടുത്തമായിരിക്കും വണ്ടിക്ക്. മാമനെ കാണാനില്ലല്ലോ, പുള്ളി എവിടെ പോയി? ഞങ്ങളിത് ഇറങ്ങി പോവാട്ടോ. അതേ നൈസായിട്ട് മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങോട്ടോ. ഒരു പരുന്ത് പറക്കണ്ട കേട്ടോ ഇവിടെ കിടന്ന്. കുറേ നേരം നമ്മുടെ ഡ്രോണെ ലക്ഷ്യം വെച്ച് പറഞ്ഞാന്നോന്ന് അറിയത്തില്ല. ഞങ്ങളെന്തായാലും പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ചെരിഞ്ഞിറങ്ങാം, പക്ഷെ അത് നല്ല ചെരിവായി പോകും. അതുകൊണ്ട് നേരെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കോട്ടോ. 4 വീൽ ഇട്ട് വെച്ചേക്കാം ഒരു സേഫ്റ്റിക്ക്. എന്നിട്ട് പിന്നെ പതുക്കെ ബ്രേക്ക് തൊട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി വന്നെ ഇറങ്ങിക്കോളൂ കേട്ടോ. കാരണം ചുമ്മാ ഉള്ള ആൾക്കാരൊന്നും പാറപ്പുറത്ത് പോയി കളിക്കാൻ നിൽക്കരുത്. പാറയാണ്, തെന്നലുണ്ട് എന്നാണെന്നൊന്നും അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ചില പാറ പൊട്ടിയിരിപ്പുണ്ടാവും. ഇത് പിന്നെ ഇച്ചിരി സേഫ്റ്റിയോടുകൂടി തോന്നിയതുകൊണ്ടാട്ടോ നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാം. അങ്ങനെ ആനപ്പാറയുടെ ടോപ്പിൽ നമ്മുടെ വണ്ടിയുടെ മുദ്ര കാൽ വെച്ചു. നമ്മളിത് പതുക്കെ ഇറങ്ങി പോകട്ടോ. ഇന്നത്തെ വീഡിയോഗ്രാഫർ നമ്മുടെ മാമനാട്ടോ, നിയാസ്. നമ്മളിപ്പോൾ നൈസായിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ. കാരണം ഇങ്ങനെ വന്ന് കയറിയെങ്കിലും തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒരു ടാസ്ക് ഉണ്ട്. കാരണം നമ്മൾ വന്ന സ്ഥലം മൊത്തം പുല്ല് മൂടി കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ മാട്ടയുണ്ടെങ്കിൽ എന്തോരം ചേർക്കാൻ പറ്റും അത്രയും നമുക്ക് ചേർത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഒരു കുഴിയെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. കാരണം സൈഡിൽ മിക്കവാറും പുല്ല് കയറി മൂടിയ വഴികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ഈ പോണ വഴിക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയും കണ്ട് ഇറങ്ങിപ്പോകണം. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏതാണ്ട് അരമണിക്കൂർ വീഡിയോയും ആയി. അപ്പം ഒത്തിരി ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് 1 മണിക്കൂർ വേണം, അരമണിക്കൂർ, 3/4 മണിക്കൂർ വേണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒന്നും അത്രയും നേരം ഇരുന്ന് ആരും കാണത്തില്ല എന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും തോന്നരുത്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തണം. അടുത്ത ദിവസം ചെറിയൊരു എപ്പിസോഡാണെങ്കിലും ബാലൻസിനെ ഇറങ്ങിപ്പോണത് ഇട്ട് തരാം. ഇനിയിപ്പോൾ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച ഇടാമെന്നാണ് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഇവിടെ തിരിച്ച് നൈസായിട്ട് ഇറങ്ങി പോവുക. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നല്ല നല്ല ട്രിപ്പുകളൊക്കെ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഓർത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു തുടക്കമായിട്ട് കണ്ടുവച്ചാൽ മതി എന്തായാലും. അപ്പോൾ എന്നായാലും നമുക്ക് അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive.